രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാളത്തിൽ നിന്ന് പുറത്തേക്ക്. നാളെ പാലക്കാട്ടെത്തി വോട്ട് ചെയ്യുമെന്ന അഭ്യൂഹം. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് അനുഭാവം വിടാതെ KPCC പ്രസിഡന്റ്. രണ്ടാം ബലാത്സംഗ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ച് സണ്ണി ജോസഫ്. മികച്ച രീതിയിൽ തയ്യാറാക്കിയ പരാതിക്ക് പിന്നിൽ നിയമവിദഗ്ധന്റെ ബുദ്ധിയെന്നും സണ്ണി ജോസഫ്. പുകഞ്ഞ കൊള്ളിപ്പുറത്തെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് കെ മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിച്ചത്ത് വരാൻ ഒരുങ്ങുമ്പോൾ പോരാളിയായ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ. കസ്റ്റഡി അനുവദിച്ചത് നാളെ രാവിലെ 11 വരെ. മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മലക്കം മറിഞ്ഞ് രാഹുൽ ഈശ്വർ. 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു, 11 ദിവസമായി. ആലോചിച്ച് നോക്കൂ, 11 ദിവസമായി. സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസമായി. സന്ദീപ് വാര്യരെ ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ. RSS അനുകൂല സംഘടനയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദ കോളിളക്കം. കോൺഗ്രസിൽ നിന്ന് വിമർശനം കടുത്തതോടെ HRDSന്റെ പുരസ്കാരം നിരസിച്ച് തരൂർ. I'm sorry. I just heard about this yesterday. I'm not going. Thank you very much. You are not going, sir? No, I'm not here. Thank you. തരൂർ ഭീഷണികൾക്ക് വഴങ്ങി തീരുമാനം മാറ്റിയതാകാമെന്ന് സംഘാടകർ. ചോദ്യത്തോട് കൈകൂപ്പി PD സതീശൻ. തദ്ദേശപ്പോരിന്റെ രണ്ടാം ഘട്ടത്തിൽ 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കാസർഗോഡ് മുതൽ തൃശൂർ വരെ വിധിയെഴുതും. ഒരുക്കങ്ങൾ പൂർണ്ണം. ഒന്നാം ഘട്ടത്തിൽ ആകെ പോളിംഗ് 70.91% എന്ന അന്തിമ കണക്ക്. 2020-നേക്കാൾ 2.94% കുറവ്. ഉയർന്ന പോളിംഗ് എറണാകുളത്ത്, കുറവ് പത്തനംതിട്ടയിൽ. മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടെ കൈവിട്ട കളിയുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ. ആൾക്കൂട്ടത്തിനിടയിലെത്തിയത് മരം മുറിക്കുന്ന വാളുമായി. കോഴിക്കോട് ഓമശ്ശേരിയിൽ കൊട്ടിക്കലാശത്തിനിടെ കത്തിവീശി LDF പ്രവർത്തകൻ. വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ്. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും മറുചോദ്യങ്ങളും നിരത്തി പ്രതിപക്ഷ നേതാവ്. സംവിധായകന് പരാതി എത്ര ദിവസം പൂഴ്ത്തിവെച്ചെന്ന് VD സതീശൻ. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന തൊലിക്കെട്ടി അപാരമെന്ന് പരിഹാസം. മുഖ്യമന്ത്രി ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും പരസ്യ സംവാദത്തിന് തയ്യാറെന്നും പ്രതിപക്ഷ നേതാവ്. പോളിംഗ് ദിനത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയ അടൂർ പ്രകാശിനെതിരെ കോൺഗ്രസിൽ അമർഷം. വിവാദ പരാമർശത്തിലൂടെ എതിരാളികൾക്ക് അടിക്കാൻ വടികൊടുത്തെന്ന് കെ മുരളീധരൻ. പദവിയിലിരുന്ന് വ്യക്തിപരമായ അഭിപ്രായം പറയരുതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അടൂർ പ്രകാശിനുണ്ടായത് ചെറിയ സ്ലിപ്പെന്ന് VD സതീശൻ. ഡിജിറ്റൽ സാങ്കേതിക VC നിയമന തർക്കത്തിൽ ഗവർണർ സർക്കാർ സമവായമായില്ല. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പേരുകൾ പരിഗണിക്കണമെന്ന് ലോക്ഭവനിലെത്തി ഗവർണറോട് ആവശ്യപ്പെട്ട് മന്ത്രിമാർ. KTUവിലേക്ക് സിസ തോമസ് തന്നെ മതിയെന്ന നിലപാടിൽ ഉറച്ച് രാജേന്ദ്ര അർലേക്കർ. ചർച്ചയിലെ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് P. രാജീവ്. നടിയെ ആക്രമിച്ച കേസിൽ വിധിയുടെ ഉള്ളടക്കം ചോർന്നെന്ന ആരോപണത്തിൽ പ്രസിഡന്റിനെ തള്ളിപ്പറഞ്ഞ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. ഊമക്കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയത് സംഘടനയുടെ അറിവോടെ അല്ലെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. നീതി കിട്ടും വരെ അതിജീവിതയുടെ പോരാട്ടം തുടരുമെന്ന ഭാഗ്യലക്ഷ്മി. ഫെഫ്കയിൽ നിന്ന് താൻ സ്വയം പുറത്തു പോകട്ടെ എന്നായിരുന്നു ഭാരവാഹികളുടെ നിലപാടെന്നും ഭാഗ്യലക്ഷ്മി ഹെല്ലോ മലയാളത്തിൽ. ഏത് കുരുട്ട് ബുദ്ധി കാണിച്ചാലും എവിടെയെങ്കിലും ഒരിടത്ത് അത് പിടിക്കപ്പെടും എന്നുള്ളത് നമ്മുടെ കാലം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോട്ടെ, അദ്ദേഹം എവിടെ വരെ ഈ കേസ് കൊണ്ടുപോകുമോ അവിടെ വരെ നമ്മൾ പുറകേ ഉണ്ടാവും. വയനാട്ടിൽ മദ്യം നൽകി വോട്ടുപിടിക്കാൻ CPIM BJP ശ്രമം എന്ന് ആരോപണം. പൂതാടി പഞ്ചായത്തിൽ BJP വീട് വാടകയ്ക്കെടുത്ത് മദ്യവിതരണം നടത്തിയെന്ന് ആരോപണം. മദ്യവിതരണ ദൃശ്യങ്ങൾ പുറത്ത്.
തോൽപ്പെട്ടിയിൽ CPIM സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ മദ്യം എത്തിച്ചെന്ന് പരാതി, 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. വയനാട് ചൂരൽമല ദുരന്ത മേഖലയിലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടു. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കലിന്റെ നേതൃത്വത്തിൽ CPM-ൽ ചേർന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ഈ മാസം തുടങ്ങുമെന്ന് ടി സിദ്ദിഖ്. സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറിയെന്നും MLA. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ തെളിവെന്ന് പോലീസ്. ഹോട്ടലിൽ ഇരുവരും ഒരേ സമയം ഉണ്ടായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. മലയാറ്റൂരിലെ 19-കാരിയായ ചിത്രപ്രിയയുടെ മരണം അരുങ്കൊല. തലയ്ക്ക് കല്ലുകൊണ്ട് അടിച്ചു കൊന്നെന്ന് പോലീസിനോട് സമ്മതിച്ച് സുഹൃത്ത് അലൻ. തർക്ക കാരണം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. അലൻ മദ്യലഹരിയിൽ ആയിരുന്നെന്ന് പോലീസ്. ചിത്രപ്രിയയും അലനും ഒന്നിച്ചുള്ള CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്നതിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ചതുപ്പ് മേഖലയിൽ പാത നിർമ്മാണത്തിന് വിശദ പഠനം അനിവാര്യം. വൈഡക്ട് രീതി പരിഗണിക്കണമെന്നും സംയുക്ത അന്വേഷണ സമിതി. SIR ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ അമിത്ഷാ രാഹുൽ ഗാന്ധി വാക്പോര്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷം നുണപ്രചാരണം നടത്തുന്നെന്ന് അമിത്ഷാ. വോട്ടുകൊള്ള നടന്നത് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്തെന്നും ആരോപണം. താൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. വിദ്വേഷ പ്രചാരണം തടയുന്നതിനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് കർണാടക സർക്കാർ. മാധ്യമങ്ങളിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ 1 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 10 വർഷം വരെ തടവ് നൽകാനും വ്യവസ്ഥ. ഇൻഡിഗോയിലെ സർവീസ് പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ കുടഞ്ഞ് ഡൽഹി ഹൈക്കോടതി. പ്രശ്നപരിഹാരത്തിന് കേന്ദ്രം എന്തു ചെയ്തെന്ന് ചോദ്യം. വിമാന കമ്പനികൾ എങ്ങനെ 40,000 രൂപ വരെ ഈടാക്കി എന്നും കോടതി. ഇന്നും 60ഓളം സർവീസുകൾ റദ്ദാക്കി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പുലിയുടെ പരാക്രമം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി 7 പേരെ ആക്രമിച്ചു. ഒരാളുടെ നില ഗുരുതരം. പറാഡി മേഖലയിൽ കറങ്ങിയ പുലിയെ കൂട്ടിലാക്കി. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ചെറുവിമാനത്തിന്റെ എമർജൻസി ലാൻഡിംഗ്. കാറിൽ ഇടിച്ചതിന് പിന്നാലെ വിമാനം റോഡിലൂടെ നിരങ്ങി നീങ്ങി. വിമാനത്തിന്റെ പൈലറ്റും സഹയാത്രികനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ ഓടിച്ചയാൾക്ക് പരിക്ക്. സമാധാന നൊബേൽ ജേതാവായ വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ അവാർഡ് ദാന ചടങ്ങിൽ എത്തിയില്ല. സുരക്ഷാപരമായ കാരണങ്ങളാൽ ഓസ്ലോയിലേക്ക് എത്തില്ലെന്ന് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി. പുരസ്കാരം മകൾ ഏറ്റുവാങ്ങും. തിരിച്ചടിയായത് സർക്കാർ ഏർപ്പെടുത്തിയ യാത്രാ ഉപരോധം. രണ്ട് വർഷത്തിനിടെ ലോകത്ത് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ പകുതിയും ഗാസയിലെന്ന് കണക്കുകൾ. ഗാസ യുദ്ധത്തിൽ മാത്രം മരിച്ചത് 300 മാധ്യമപ്രവർത്തകർ. യുദ്ധമുഖങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യാന്തര സംഘടനകൾ പരാജയമെന്ന് RSF. ബെലാറുസിന്റെ ബലൂണുകൾ കൊണ്ട് ഗതികെട്ടതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലിത്വാനിയ. അതിർത്തി കടന്നെത്തുന്ന ബലൂണുകൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ഭരണകൂടം. വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ബലൂണുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നുവെന്ന് ആരോപണം. മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കണ്ണിറുക്കി കാണിച്ച പാകിസ്ഥാൻ സൈനിക വക്താവിന് രൂക്ഷ വിമർശനം. ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരി മോശമായി പെരുമാറിയത് ഇസ്ലാമാബാദിൽ വാർത്താ സമ്മേളനത്തിനിടെ. കണ്ണിറുക്കൽ ഇമ്രാൻഖാനെ കുറിച്ചുള്ള ചോദ്യത്തിന് പിന്നാലെ.
കൂടത്തായി കൊലപാതക പരമ്പരയെ ആസ്പദമാക്കി ഒരുക്കിയ വെബ് സീരീസിന്റെ ടീസർ പുറത്ത്. അണലി എന്ന പേരിൽ വെബ് സീരീസ് ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ്. പ്രതി ജോളി ജോസഫായി സ്ക്രീനിൽ എത്തുന്നത് ലിയോണ ലിഷോയ്. സീരീസ് ഹോട്ട്സ്റ്റാറിലൂടെ ഉടൻ സ്ട്രീമിംഗ് തുടങ്ങും. മകൾ ആരാധ്യയുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജ പ്രൊഫൈൽ എന്ന് ഐശ്വര്യ റായ് ബച്ചൻ. മകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകൾ ഇല്ല. വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് ആരാധ്യയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നും ഐശ്വര്യ റായ്.